Good day, dear students. December term and എക്സാമിന് പ്രിപ്പയർ ആകുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ആകത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ആണിത്. ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഞാൻ കവർ ചെയ്യാനായിട്ട് നോക്കുന്നത്. അതിലൊരു പ്രധാന ടോപ്പിക്കാണ് സാൻസ്ക്രിറ്റ് ഡ്രാമ ആൻഡ് ഇറ്റ്സ് എൻഡിങ്. സാൻസ്ക്രിറ്റ് ഡ്രാമ ആൻഡ് ഇറ്റ്സ് എൻഡിങ്. അപ്പോൾ ഇതേ ടോപ്പിക്കോട് കൂടെ തന്നെ പ്രധാനപ്പെട്ടതായ മറ്റു ടോപ്പിക്കുകളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അതേ ടോപ്പിക്കിൽ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് കുറച്ച് ടോപ്പിക്ക് കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ എക്സാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ വൈ ഡസ് സാൻസ്ക്രിറ്റ് ഡ്രാമ ഡസ് നോട്ട് ഹാവ് എ ട്രാജിക് എൻഡിങ്? അതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ഡിസ്കസ് ദ നേച്ചർ ഓഫ് എൻഡിങ്സ് ഇൻ സാൻസ്ക്രിറ്റ് drama with suitable examples. Sanskrit drama, nature of endings in Sanskrit drama with suitable example. Number 2, explain why Sanskrit playwrights avoided tragic conclusions. എന്തുകൊണ്ടാണ് സാൻസ്ക്രിറ്റ് പ്ലേറൈറ്റ്സ് ട്രാജിക് ആയിട്ടുള്ളതായ കൺക്ലൂഷൻസ് അവോയ്ഡ് ചെയ്തത്? ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സോറോ ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ? സന്തോഷവും ദുഃഖവും എന്നതിനെ സംബന്ധിച്ച് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ഉള്ളതായ സാൻസ്ക്രിറ്റ് ഡ്രാമയിലുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, പരമ്പരാഗതമായ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അനലൈസ് ഹൗ ദ പ്രിൻസിപ്പിൾ ഓഫ് രസ ഇൻഫ്ലുവൻസസ് ദ എൻഡിങ് ഓഫ് സാൻസ്ക്രിറ്റ് പ്ലേസ്. പ്രിൻസിപ്പിൾ ഓഫ് രസ അതെങ്ങനെയാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയെ സ്വാധീനിക്കുന്നത്? കമ്പയർ ദ എൻഡിങ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ വിത്ത് ദോസ് ഓഫ് ഗ്രീക്ക് ട്രാജഡീസ്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഗ്രീക്ക് ട്രാജഡിയും സാൻസ്ക്രിറ്റ് ഡ്രാമയും ഇവരുടെ എൻഡിങ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ഗ്രീക്ക് ട്രാജഡിയിലെ ഗ്രീക്ക് പ്ലേസിൽ ട്രാജഡി സാഡ് എൻഡിങ് വരും, പക്ഷേ സാൻസ്ക്രിറ്റിൽ സാഡ് എൻഡിങ് വരത്തില്ല. രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക. കോമഡി എന്ന് വെച്ചാൽ ഹാപ്പി എൻഡിങ്ങും ട്രാജഡി എന്ന് പറഞ്ഞാൽ സാഡ് എൻഡിങ്. ഇപ്പൊ സാഡ് എൻഡിങ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ വരത്തില്ല. വാട്ട് റോൾ ഡസ് സാത്വിക ഭാവ ഓർ ഇമോഷണൽ ബാലൻസ് പ്ലേയിങ് ഷേപ്പിംഗ് ദ എൻഡിങ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ? സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ എൻഡിങ് ഷേപ്പ് ചെയ്യുന്നതിൽ സാത്വിക ഭാവം അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ഹൗ ഡസ് ദ നാട്യശാസ്ത്ര ഡിസ്ക്രൈബ് ദ അപ്രോപ്രിയേറ്റ് കൺക്ലൂഷൻ ഫോർ എ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പ്ലേ? നാട്യശാസ്ത്ര എപ്രകാരമാണ് ഒരു സംസ്കൃത പ്ലേ അവസാനിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്? ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് ഫ്രം അഭിജ്ഞാന ശാകുന്തളം ഒരു വൃക്ഷകതികം. അഭിജ്ഞാന ശാകുന്തളം വൃക്ഷകതികയിൽ നിന്നൊക്കെ എങ്ങനെയാണ് സാൻസ്ക്രിറ്റ് ഡ്രാമ ഹാർമോണിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് ഹാർമോണി എന്ന് വെച്ചാൽ ഐക്യം, ഒരു നല്ല രീതിയിൽ അതെങ്ങനെയാണ് ആ ഡ്രാമകൾ പര്യവസാനിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് ഡ്രാമയ്ക്ക് എന്തുകൊണ്ടാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയ്ക്ക് ട്രാജിക് എൻഡിങ് ഇല്ലാത്തത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പോയിന്റ്, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ. ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രപരമായ അടിസ്ഥാന ഫിലോസഫിക്കൽ. സാൻസ്ക്രിറ്റ് ഡ്രാമ എഴുതപ്പെട്ടിരിക്കുന്നത് ഹിന്ദു ഫിലോസഫിയിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അപ്പോൾ സാൻസ്ക്രിറ്റ് ഡ്രാമ ഈസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിന്ദു ഫിലോസഫി ആൻഡ് കോസ്മോളജി. സംസ്കൃത ഡ്രാമ എന്തിൽ നന്നായി സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്? ഹിന്ദു ഫിലോസഫിയിലും അതോടൊപ്പം തന്നെ ഹൈന്ദവ തത്വശാസ്ത്രത്തിലും അതോടൊപ്പം തന്നെ കോസ്മോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്മോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് നോളജ് ദാറ്റ് സ്റ്റഡീസ് ദ ഒറിജിൻ, സ്ട്രക്ചർ, നേച്ചർ ആൻഡ് ഓർഡർ ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് കോസ്മോളജി എന്ന് പറയുന്നത്, ബ്രഹ്മാണ്ഡ ശാസ്ത്രം. അപ്പോൾ സാൻസ്ക്രിറ്റ് ഡ്രാമ എന്തിന് നന്നായി സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്? ഹിന്ദു ഫിലോസഫിയിലും കോസ്മോളജിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഹൈന്ദവ വിശ്വാസപ്രകാരം ഡെത്ത് ഈസ് നോട്ട് ദ ഫൈനൽ എൻഡ്. മരണം എന്തല്ല? അവസാനം അല്ല. പക്ഷെ എന്താണ്? ബട്ട് എ ട്രാൻസിഷൻ. അതൊരു ട്രാൻസിഷൻ ആണ്, അതൊരു പരിണാമമാണ്, ഒരു മാറ്റമാണ്. എന്തിൽ നിന്ന് എന്തിലേക്കുള്ള മാറ്റം? എയ്തർ ടുവേർഡ്സ് റീബർത്ത്. ഒന്നുകിൽ മനുഷ്യൻ മരിച്ചെന്ത് ചെയ്യും? പുനർജനനം ഉണ്ടാകും, അല്ലെ? ഒന്നുകിൽ അവന് മറ്റെന്തെങ്കിലുമായിട്ട് അവൻ ജനിക്കുന്നു, ഓർ ലിബറേഷൻ, അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കുന്നു? മോക്ഷ, എന്താണ് ബ്രഹ്മാവിലോട്ട് അവൻ അലിഞ്ഞ് ചേരുന്നു. അപ്പോ ഒന്നുകിൽ റീബർത്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ലിബറേഷൻ മോക്ഷം സംഭവിക്കുന്നു. അപ്പൊ രണ്ട് രീതിയിൽ നിന്നായിരുന്നാലും അതെന്താകുന്നില്ല? മരണം അവസാനം ആകുന്നില്ല. ഹെൻസ് അതുകൊണ്ട് ലൈഫ് ആൻഡ് ഡെത്ത്, അതുകൊണ്ട് ജീവനും മരണവും ആർ വ്യൂഡ് ആസ് പാർട്സ് ഓഫ് എ ലാർജർ സ്പിരിച്വൽ സൈക്കിൾ. മരണവും ജന്മവും എന്താണ് കാണുന്നത്? ഒരു വലിയ സ്പിരിച്വൽ ആത്മീക ചക്രത്തിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. നോട്ട് ആസ് ട്രാജിക് കൺക്ലൂഷൻസ്. അപ്പോ മരണം എന്തല്ല? ഒരു
വലിയ ഒരു അവസാനം അല്ല. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. സാൻസ്ക്രിറ്റ് ഡ്രാമ ഈസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിന്ദു ഫിലോസഫി ആൻഡ് കോസ്മോളജി. ഹിന്ദു തോട്ട് death is not the final end but a transition either toward rebirth or liberation, that is moksha. Hence life and death are viewed as parts of a larger spiritual cycle, not as a tragic conclusion. അത് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് 5 മാർക്കിനായിരിക്കാം, 10 മാർക്കിനായിരിക്കും, 20 മാർക്കിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, എയിം ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ, സംസ്കൃത ഡ്രാമയുടെ ഉദ്ദേശ്യം. ദ പർപ്പസ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ, സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഉദ്ദേശ്യം ഈസ് നോട്ട് മിയർലി എന്റർടൈൻമെന്റ്. എന്നല്ല, അതിന്റെ ഉദ്ദേശം വെറുതെ ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ളതല്ല, അതായത് രസിപ്പിക്കുക എന്നുള്ളത് അല്ല. ഇന്നത്തെ എന്താണ് മൂവീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി മൂവീസ് എന്നാണ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്, വെറുതെ ആളുകളെ ഇരുത്തി രസിപ്പിക്കുക മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ സംസ്കൃത ഡ്രാമ എന്തല്ല, ഇസ് നോട്ട് മിയർലി എന്റർടൈൻമെന്റ്, ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. അത് ഒരു ഭാഗമായിരിക്കും, പക്ഷേ ഓൾസോ മോറൽ, എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ. എന്താണ് മോറൽ, സാൻമാർഗികത, പിന്നെ എത്തിക്കൽ, ധാർമ്മികത, ആൻഡ് സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ, എന്താണ് ആത്മീക പഠനങ്ങൾ. അപ്പൊ ഇതെല്ലാം ഈ സംസ്കൃത ഡ്രാമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഡ്രാമ കാണുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ എന്തൊക്കെ ഉണ്ടാകും, മോറൽ ടീച്ചിങ് ഉണ്ടാകും, എത്തിക്കൽ ടീച്ചിങ് ലഭിക്കും, സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കും. ഇതെല്ലാം കൂടെ നൽകുന്നതിനാണ് ഈ ഡ്രാമ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആ വ്യക്തിക്ക് ലഭിക്കും എപ്പോഴും ഡ്രാമ കാണുമ്പോൾ. അപ്പൊ ദ പർപ്പസ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ, സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഉദ്ദേശ്യം എന്നുള്ളത് നോട്ട് മിയർലി എന്റർടൈൻമെന്റ്, ആളുകളെ രസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ എന്തൊക്കെയാണ്, ആൾസോ മോറൽസ്, എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇൻസ്ട്രക്ഷൻ, ധാർമ്മികവും സാൻമാർഗികവും ആത്മീകവുമായ കാര്യങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതും കൂടെയാണ്. പ്ലേസ് ആർ മെന്റ് ടു എലിവേറ്റ് ദ ഓഡിയൻസസ് മൈൻഡ്. ഈ കഥകളുടെ ഉദ്ദേശം എന്താണ്, എലിവേറ്റ് ചെയ്യുക, അത് ഉയർത്തുക. എങ്ങനെ ഉയർത്തുക, ദ ഓഡിയൻസസ് മൈൻഡ്, കാഴ്ചക്കാരുടെ മനസ്സിനെ ഉയർത്തുക. എങ്ങനെയാണ് ഉയർത്തേണ്ടത്, പ്രൊമോട്ടിങ്, എന്തിനു നൽകിക്കൊണ്ട്, പ്രൊമോട്ടിങ് റൈറ്റ്യസ്നെസ്, പ്രൊമോട്ടിങ് നീതിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതായത് ധർമ്മ, ആൻഡ് ഇമോഷണൽ ഹാർമണി, അതെന്താണ് വൈകാരികമായ ഐക്യത്തേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ വാക്കുകൾ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുക, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമ്മൾ മലയാളത്തിൽ തന്നെ പറയുമ്പോൾ അത് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാകും, ഒത്തിരി നമ്മൾ അതിലോട്ട് അങ്ങ് പോകും. അതിനെക്കാട്ടിൽ ഇംഗ്ലീഷിൽ തന്നെ അതങ്ങ് പഠിച്ചു പോകും. അപ്പോൾ പ്ലേസ് ആർ മെന്റ്, കഥകളുടെ ഉദ്ദേശം എന്തോന്നാണ്, ടു എലിവേറ്റ് ദ ഓഡിയൻസസ് മൈൻഡ്, ആളുകളുടെ മനസ്സിനെ ഉയർത്തുക. എങ്ങനെയാണ്, പ്രൊമോട്ടിങ് റൈറ്റ്യസ്നെസ്, അവരുടെ റൈറ്റ്യസ്നെസ് പ്രൊമോട്ട് ചെയ്യുക, നീതി പ്രൊമോട്ട് ചെയ്യുക, അതായത് ധർമ്മ, ആൻഡ് ഇമോഷണൽ ഹാർമണി, വൈകാരികമായ ഐക്യത്തെയും പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, എയിം ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ, ദ പർപ്പസ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ ഈസ് നോട്ട് മിയർലി entertainment but also moral, ethical and spiritual instruction. Plays are meant to elevate the audience's mind, promoting righteousness, dharma and emotional harmony. മൂന്നാമത്തെ പോയിന്റ്, ഗൈഡൻസ് ഫ്രം ദ നാട്യശാസ്ത്ര. അപ്പൊ നാട്യശാസ്ത്രം നമുക്കറിയാമല്ലോ, നാട്യശാസ്ത്രം എന്തോന്നാണ്, ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. നാട്യശാസ്ത്രം എന്ന് പറയുന്നത് സംസ്കൃത ഡ്രാമകൾ അതെങ്ങനെ ആണ് എഴുതേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു നിയമസംഹിത ആണ് നാട്യശാസ്ത്രം. അപ്പോൾ സംസ്കൃത ഡ്രാമയെ കുറിച്ച് ഒത്തിരി എന്താണ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നാട്യശാസ്ത്രയിൽ നിന്നുള്ളതായ ഗൈഡൻസ് ഫ്രം ദ നാട്യശാസ്ത്രം എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. ഭരദാസ് അല്ലെങ്കിൽ ഭരതമുനീസ് നാട്യശാസ്ത്ര, ഭരതമുനിയുടെ നാട്യശാസ്ത്ര, ദ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ഓൺ ഇന്ത്യൻ ഈസ്തെറ്റിക്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ പുസ്തകം. ഡിസ്കറേജസ് ട്രാജിക് എൻഡിങ്സ്, അത് എന്തിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, ട്രാജിക് എൻഡിങ്സിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ടീച്ചസ് ദാറ്റ്, അതെന്നാണ് പഠിപ്പിക്കുന്നത്, ഡ്രാമ ഷുഡ് ലീഡ് ടു ശാന്തരസ, ഡ്രാമ എന്തിലേക്ക് നയിക്കണം, ശാന്തരസ, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള ഇമോഷനിലേക്ക്, അല്ലെങ്കിൽ ശാന്തമായ ഇമോഷനിലോട്ട്, എന്താണ് വികാരങ്ങളിലോട്ട് ഡ്രാമ നയിക്കണം. ഓർ ശൃംഗാരരസ, അതായത് ലവ് ആൻഡ് ജോയ്, സ്നേഹവും സന്തോഷത്തിലോട്ടൊക്കെ ഡ്രാമ നയിക്കണം. നോട്ട് ഡെസ്പെയർ, തകർച്ചയിലോട്ട് ആകരുത്. ദ നാട്യശാസ്ത്ര എംഫസൈസസ്, നാട്യശാസ്ത്രം എന്തിന് പ്രാധാന്യം എന്ത് പറയുന്നുണ്ട്, എംഫസൈസസ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹാർമണി ആൻഡ് ബാലൻസ്, നാട്യശാസ്ത്ര ഐക്യത്തിനും ബാലൻസിന്, അല്ലെങ്കിൽ അവ തുല്യമായി നിൽക്കുന്നതിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. as the ultimate purpose of performance. അപ്പോൾ ഭരദാസ് നാട്യശാസ്ത്ര, the foundational text on Indian aesthetics, discourages tragic endings. It teaches that drama should lead to Shandarasa
peaceful emotion, or Sringara Rasa, love and joy, not despair. The Nati Shastra emphasizes harmony and balance as the ultimate purpose of performance. So that's മൂന്നാമത്തെ point. നാലാമത്തെ point, concept of rasa. അതൊരു ടോപ്പിക് തന്നെയുണ്ട്. Concept of rasa. The theory of rasa is central to Sanskrit aesthetics. അപ്പൊ എന്താണ് സംസ്കൃത സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഘടകം തന്നെ എന്താണ്? അതിൽ പ്രധാന ഭാഗം തിയറി ഓഫ് രസയുടെ തത്വശാസ്ത്രമാണ്. അതില് the aim is to produce, ഇതിന്റെ ഉദ്ദേശം എന്താണ്? produce a refined emotional experience. അപ്പോ ഉദ്ദേശം തന്നെ എന്താണ്? ഒരു ഇത് കാണുന്ന ഒരാളിൽ എന്തുണ്ടാകണം? റിഫൈൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്, ശുദ്ധീകരിച്ച എന്താണ് ഇമോഷൻ, വൈകാരികമായ അനുഭവങ്ങൾ ഒരു വ്യക്തിയിൽ ഒരു നാടകം കാണുന്നത് വഴി ആ വ്യക്തിക്ക് ഉണ്ടാകണം. അപ്പൊ അതാണ് നാടകത്തിന്റെ ഉദ്ദേശം. തിയറി ഓഫ് രസ. രസ തന്നെ എന്താണ്? ബ്രിങ്ങിങ് ഈസ്തെറ്റിക് ജോയ്. ഈസ്തെറ്റിക് ജോയ് ഒരാളിലേക്ക്, അത് കാണുന്ന ഒരാളിലേക്ക് ഈസ്തെറ്റിക് ജോയ് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നതിന്റെ ഉദ്ദേശം, രസ എന്നുള്ളതിന്റെ ഉദ്ദേശം. ഇപ്പോ അതിന്റെ ഡെഫിനിഷൻ തന്നെ rasa is the aesthetic, rasa is the emotional essence or aesthetic delight experienced by the audience in a literary or a dramatic work. അതൊരു വേറെ ഭാഗമാണ്, ലിസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. Tragic endings that evoke hopelessness or depression disrupt the aesthetic goal of joy and spiritual satisfaction. എന്താണ് ട്രാജിക് എൻഡിങ്സ്? ട്രാജിക് ഇപ്പൊ തകരുന്ന അല്ലെങ്കിൽ എന്താണ് ദുഃഖകരമായ രീതിയിൽ നാടകങ്ങൾ പര്യവസാനിക്കുകയാണെങ്കിൽ ദാറ്റ് ഇവോക്ക്, അത് എന്തുളവാക്കും? ഹോപ്പ്ലെസ്നെസ്, എന്നാണ് പ്രത്യാശ നഷ്ടപ്പെടുത്തും. ഒരു ഡിപ്രഷൻ, വേദന അത് ഉളവാക്കും. ഡിസ്റപ്റ്റ് ദ ഈസ്തെറ്റിക് ഗോൾ. അപ്പൊ എന്താണ് ആ ഈസ്തെറ്റിക് ആയിട്ടുള്ളതായ ഗോള്, അതിന്റെ സൗന്ദര്യാത്മകമായ ലക്ഷ്യം അപ്പോഴെന്ത് ചെയ്യുന്നില്ല? നാടകത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെ ആത്മീകമായ സംതൃപ്തിയും സന്തോഷവും ഒന്നും ഒരു ട്രാജിക് ആയിട്ടുള്ള നാടകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോ ദ തിയറി ഓഫ് രസ ഈസ് സെൻട്രൽ ടു സാൻസ്ക്രിറ്റ് ഈസ്തെറ്റിക്. അവ സംസ്കൃത സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ എന്തോന്നാണ്? രസയിലാണ്. രസ എന്ന് പറയുന്നത് എന്തോന്നാണ്? ദ രസ, അതിന്റെ ഡെഫിനിഷൻ ഈസ് ദ ഈസ്തെറ്റിക് രസ ഈസ് ദ ഇമോഷണൽ എസൻസ് ഓർ ഈസ്തെറ്റിക് ഡിലൈറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഓഡിയൻസിന്. അപ്പം ഒരു കേൾവിക്കാരന്, ഒരു കാഴ്ചക്കാരന് ഉണ്ടാകുന്നതായ എന്താണ് ഈസ്തെറ്റിക്, സൗന്ദര്യാത്മകമായ എന്താണ് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ളതായ ആ ഒരു സന്തോഷം. അപ്പോ ആണ് രസം എന്ന് പറയുന്നത്. അപ്പോ ദ എയിം, നാടകത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് റിഫൈൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്, ഒരു റിഫൈൻ ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് കാഴ്ചക്കാർക്ക് നൽകി കൊടുക്കുക. എ ബ്ലിസ്ഫുൾ ജോയ്, ഒരു സന്തോഷകരമായ അനുഭവം നൽകി കൊടുക്കുക ഇൻ ദ സ്പെക്ടേറ്റർ. അപ്പൊ പക്ഷെ ട്രാജിക് എൻഡിങ് ആണ്. ട്രാജിക് എൻഡിങ് ദാറ്റ് ഇവോക്ക് ഹോപ്പ്ലെസ്നെസ് ഓർ ഡിപ്രഷൻ ഡിസ്റപ്റ്റ് ദ ഈസ്തെറ്റിക് ഗോൾ ഓഫ് ജോയ് ആൻഡ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ. അടുത്ത സ്ട്രക്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ സ്ട്രക്ചർ. ദ ഡ്രാമാറ്റിക് സ്ട്രക്ചർ ഫോളോസ് സ്റ്റേജസ്: ആരംഭ, യത്ന, പ്രത്യാശ, നിയതപ്തി ആൻഡ് ഫല. അപ്പോൾ ഒരു സംസ്കൃത ഡ്രാമയില് അത് ഫോളോ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആദ്യം ആരംഭ, ബിഗിനിങ്, ആരംഭം ഉണ്ടാകും. യത്ന, പിന്നെ അതിനുള്ളതായ പ്രയത്നങ്ങൾ ഉണ്ടാകും, എഫോർട്ട്. പ്രത്യാശ, വിശ്വാസം. നിയതപ്തി, വിജയിക്കുമെന്നുള്ള ഉറപ്പ്. ആൻഡ് ഫല, അവസാനം അതിന്റെ ഫലം, പ്രതിഫലം ലഭിക്കും. ദിസ് സീക്വൻസ്, അപ്പൊ ഇങ്ങനെയുള്ളതായ ഈ സീക്വൻസ് നാച്ചുറലി ലീഡ്സ് ടുവേർഡ്സ്, എന്തിലേക്കാണ് നയിക്കുന്നത്? ഹാർമോണിയസ് ഓർ പോസിറ്റീവ് റെസൊല്യൂഷൻ. ഇതെന്തിലേക്കാണ് നയിക്കുന്നത്? ഹാർമോണിയസ് ആയിട്ടുള്ളതായ, ഐക്യപരമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ്, ശരിയായിട്ടുള്ളതായ ഒരു പര്യവസായിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നില്ല? ഒരു ട്രാജഡി ഉണ്ടാകുന്നില്ല. ദ ഡ്രാമാറ്റിക് സ്ട്രക്ചർ ഫോളോ സ്റ്റേജസ് സച്ച് ആരംഭ, ബിഗിനിങ്, യത്ന, എഫോർട്ട്, പ്രത്യാശ, ഹോപ്പ്, നിയതപ്തി, സർട്ടനിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫല, റിസൾട്ട്. ദിസ് സീക്വൻസ് naturally lead toward a harmonious or positive resolution, avoiding final tragedy. ആറാമത്തെ പോയിന്റ്, എംഫസിസ് ഓൺ ജസ്റ്റിസ് ആൻഡ് മോറൽ ഓർഡർ. എന്തിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ജസ്റ്റിസ്, നീതിയിലും, ആൻഡ് മോറൽ ഓർഡർ, അതെന്താണ്? ധാർമ്മികമായിട്ടുള്ളതായ ക്രമത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സാൻസ്ക്രിറ്റ് പ്ലേസ് റിഫ്ലക്ട് ദ ബിലീഫ് ദാറ്റ്, സംസ്കൃത നാടകങ്ങളിൽ എന്ത് വിശ്വാസമാണുള്ളത്? വെർച്യൂ ഈസ് അൾട്ടിമേറ്റ്ലി റിവാർഡ്. എന്തിന്? സൽഗുണത്തിന് പ്രതിഫലം ഉണ്ടാകും. ആൻഡ് ഈവിൾ ഈസ് പണിഷ്ഡ്. തിന്മയ്ക്ക് എന്തുണ്ടാകും? തക്കതായ ശിക്ഷയും ലഭിക്കും.
ദ റെസ്റ്റോറേഷൻ ഓഫ് മോറൽ ഓർഡർ എന്നാണ് ധാർമ്മികമായ ക്രമത്തിന്റെ റെസ്റ്റോറേഷൻ, ധാർമ്മികമായ ക്രമത്തിന്റെ എന്താണ് ക്രമപ്പെടുത്തല് എന്നിങ്ങനെയാണ് അറ്റ് ദി എൻഡ് അവസാനത്തിനുണ്ടാകുന്നതായ ധാർമ്മികമായ ക്രമത്തിന്റെ ക്രമപ്പെടുത്തൽ എന്നതാണ് കോൺട്രിബ്യൂട്ട്സ് ടു എ സാറ്റിസ്ഫൈങ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് കൺക്ലൂഷൻ. അത് തൃപ്തിപരവും ശുഭാപ്തി വിശ്വാസം നൽകുന്നതായ ഒരു അവസാനത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ emphasis on justice and moral order. Sanskrit plays reflect the belief that virtue is ultimately rewarded and evil is punished. This restoration of moral order at the end contributes to a satisfying and optimistic conclusion. At the point, എക്സാമ്പിൾസ് ഫ്രം ക്ലാസിക്കൽ പ്ലേസ്. നമ്മുടെ ക്ലാസിക്കൽ പ്ലേസ് എന്നുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, മീൻ കാളിദാസ അഭിജ്ഞാന ശാകുന്തളം, കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ സെപ്പറേഷൻ എൻഡ്സ് ഇൻ ജോയ്ഫുൾ റീയൂണിയൻ. ആദ്യം എന്താണ് ദുഷ്യന്തനും ശകുന്തളയും നമ്മൾ വേർപിരിയുന്നുണ്ടെങ്കിലും ഇറ്റ് എൻഡ്സ് ഇൻ ജോയ്ഫുൾ റീയൂണിയൻ. അവർ സന്തോഷപരമായി എന്താണ് ഒരുമിച്ച് എത്തിച്ചേർന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ശൂദ്രകാസ് വൃക്ഷഗതിക, ശൂദ്രകരുടെ വൃക്ഷഗതികയിൽ ദ ലിറ്റിൽ പ്ലേ ഹാർട്ട്, ദ ഹീറോ ചാരുദത്ത ഈസ് ഫാൾസ്ലി അക്യൂസ്ഡ് ബട്ട് ഫൈനലി പ്രൂവൺ ഇന്നസെന്റ്. ചാരുദത്തയെ ആദ്യം എന്ത് ചെയ്യുകയാണ്? ഫാൾസ്ലി, തെറ്റായ രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഫൈനലി പ്രൂവൺ ഇന്നസെന്റ്, അവസാനമായിട്ട് അയാൾ തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തുന്നു. ബോത്ത് പ്ലേസ്, രണ്ട് കഥകളും എങ്ങനെയാണ് കൺക്ലൂഡ് വിത്ത്, എങ്ങനെ അവസാനിക്കുന്നത്? ജസ്റ്റിസ്, നീതിയോടും, റിക്കൺസിലിയേഷൻ, ഒത്തുതീർപ്പോടെ, ശാന്തിയോടെ, പീസ്, ശാന്തിയോടും ഒക്കെയാണ് അവസാനിക്കുന്നത്. ഈ കഥകളൊന്നും എങ്ങനെയല്ല അവസാനിക്കുന്നത്? മരണത്തോടോ ദുഃഖത്തോടോ ഒന്നുമല്ല അവസാനിക്കുന്നത്. Artistic purpose. Sanskrit dramatists believed art should uplift the soul, not depress it. Sanskrit dramatists എന്നാണ് സംസ്കൃത ഡ്രാമാറ്റിസ്റ്റിൽ എന്താ വിശ്വസിച്ചത്? കല എന്ത് ചെയ്യണം? അപ്ലിഫ്റ്റ് ദ സോൾ, എന്നാണ് ആത്മാവിനെ ഉയർത്തണം, നോട്ട് ഡിപ്രസ് ഇറ്റ്, അതിനെ അടിച്ചമർത്താനുള്ളതല്ല കല. Drama was seen as a means to experience emotional purification and spiritual delight. ഡ്രാമ എങ്ങനെയാണ് കാണപ്പെട്ടത്? മീൻസ് ടു എക്സ്പീരിയൻസ് ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ, ധാർമ്മികമായ ശുദ്ധീകരണത്തിന്റെയും സ്പിരിച്വൽ ഡിലൈറ്റ് എന്നാണ് ആത്മീകമായ ഒരു ഉന്നതിയുടെയും ഒക്കെ ഒരു കാരണമായിട്ടാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയെ കാണുന്നത്. അതെന്തിനല്ല? നോട്ട് സോറോ, ദുഃഖത്തിൻ്റെതായ ഒരു കാരണമായിട്ട് അല്ല. So artistic purpose. Sanskrit dramatists believed art should uplift the soul, not depress it. Drama was seen as a means to experience emotional purification, catharsis, and spiritual delight, not sorrow. Summary conclusion ആയിട്ട് Sanskrit drama avoids tragic endings because Sanskrit drama tragic endings നെ അവോയ്ഡ് ചെയ്തിരുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് മിറേഴ്സ്, അത് എന്തിനെ കാട്ടി? ദ ഇന്ത്യൻ വേൾഡ് വ്യൂ, ഇന്ത്യൻ വേൾഡ് വ്യൂ ആണ് സാൻസ്ക്രിറ്റ് ഡ്രാമ പ്രതിഫലിപ്പിച്ചത്. എന്തൊക്കെയാണ്? വേർ ലൈഫ് മൂവ്സ് ടുവേർഡ് മോറൽ ഹാർമണി, ജീവിതം എങ്ങോട്ടാണ് നീങ്ങുന്നത്? മോറൽ ഹാർമണിയിലേക്കാണ് നീങ്ങുന്നത്, ധാർമ്മികമായ ഐക്യത്തിലേക്കാണ് ജീവിതം നീങ്ങുന്നത്. ഇമോഷണൽ ബാലൻസ്, വൈകാരികമായ സന്തുലിതാവസ്ഥ, ആൻഡ് അൾട്ടിമേറ്റ് ലിബറേഷൻ, പരിപൂർണമായിട്ടുള്ളതായ വിമോചനത്തിലേക്ക്. ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. The goal is not to portray despair but to inspire joy. Goal എന്താണ്? ലക്ഷ്യം എന്തല്ല സംസ്കൃത നാടകത്തിന്റെ? നോട്ട് ടു പോർട്രേ ഡെസ്പെയർ, ദുഃഖത്തെ പ്രതിഫലിപ്പിക്കുക എന്നല്ല നാടകത്തിന്റെ ഉദ്ദേശം. പിന്നെന്താണ്? ടു ഇൻസ്പയർ ജോയ്, സന്തോഷത്തെ പുറപ്പെടുവിക്കുക. അത് പിന്നെ എന്തൊക്കെയാണ്? പീസ് ആൻഡ് സ്പിരിച്വൽ റിയലൈസേഷൻ, സമാധാനവും ആത്മീക സംതൃപ്തിയും ഒക്കെ, ആത്മീകമായ തിരിച്ചറിവൊക്കെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് നാടകത്തിന്റെ ഉദ്ദേശം. Summary. Sanskrit drama avoids tragic endings because it mirrors the Indian worldview where life moves toward moral harmony, emotional balance, and ultimate liberation. The goal is not to portray despair but to inspire joy, peace, and spiritual realization. Okay, ഇതാണ് why Sanskrit drama does not have a tragic ending എന്നുള്ളതിന്റെ ആൻസർ. ഇത് 8ഓളം പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതുക. ഓക്കെ.